പ്രളയക്കെടുതിയിൽ വിറങ്ങലിച്ച് നേപ്പാൾ. മരണസംഖ്യ 332 കടന്നു. കാണാതായി 288 ഇന്ത്യക്കാരിൽ 33 പേർ മലയാളികളാണ്. 644 പേരെയാണ് ഇതുവരെ കാണാതായത്. റോഡും പാലങ്ങളും ഒലിച്ചുപോയതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാണ്. നേപ്പാളിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ആദിൽ പാലോടും സംഘവും ചേരുകയാണ്. ആദിൽ അവിടെ നേരത്തെ എത്തി. അവിടെയുള്ള കാഴ്ചകൾ നമുക്കരികിലേക്ക് എത്തുകയായിരുന്നു. ആ ഒരു ഭൂപ്രദേശത്തിന്റെ രൂപരേഖ തന്നെ മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മരണസംഖ്യ പേടിപ്പെടുത്തുന്നതാണ്. അത് ഇനിയും ഉയരാനുള്ള സാധ്യതകളാണല്ലേ കാണുന്നത്. മാത്രമല്ല, മലയാളികൾ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സുരക്ഷിതരാണ് എന്ന് പറയുന്നു. പക്ഷേ മറ്റെന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു ആദിൽ? ഇപ്പോൾ അറിയാം എത്രമാത്രം ഭയാശങ്ക ഉണർത്തുന്ന ഒന്നുകൂടി. അതിൽ പറഞ്ഞോളൂ. നിലവിൽ എന്തായാലും അത്രയും ഭീകരമായ ഒരു സാഹചര്യമാണ് നേപ്പാളിലുള്ളത്. ഞങ്ങളുടെ സംഘം തത്സമയ വിവരങ്ങളാണ് അവിടെ നിന്നും നൽകുന്നത്. നേപ്പാളിൽ അതിൽ ചെറിയ സാങ്കേതിക തടസ്സമടക്കമുണ്ട്. ഇപ്പോൾ അവിടെയുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് റേഞ്ച് ഇല്ലാത്ത ഏരിയകളിലാണ് മാധ്യമങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ എത്തിയിട്ടുള്ളത്. അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ നേപ്പാളിനെ സംബന്ധിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ പ്രളയത്തിൽ മരണസംഖ്യ എന്ന് പറയുന്നത് 332 കടന്നിരിക്കുന്നു. കാണാതായ ഇന്ത്യക്കാർ 288 പേരാണ്. അതിലാണ് 33 പേർ മലയാളികളായിട്ടുള്ളത്. ഓരോ കാഴ്ചകളും നേപ്പാളിൽ നിന്ന് പുറത്തു വരുന്നത് അത്രയേറെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. പ്രളയത്തിൽ ഒലിച്ചുപോകുന്ന മനുഷ്യരുടെ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഹെലികോപ്റ്ററുകൾ വഴിയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നാവികസേനാ സംഘങ്ങളടക്കം ഈ രക്ഷാമുഖത്തുണ്ട്. മലയാളികളെ അടക്കം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ സുരക്ഷിതരാണ് എന്നുള്ളത് അധികാരികളിൽ നിന്ന്, ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരുമായി ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. കാരണം ആശയവിനിമയം സാധ്യമാകാത്ത ഒരിടത്താണ് അവരെന്നാണ് അറിയുന്നത്. അതിൽ തുടരുന്നു. അതിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് കൈമാറാൻ കഴിയും അതിൽ അവിടെ നിന്നും? നേപ്പാളിലെ ദുരന്ത ഭൂമിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV സംഘമുള്ളത്. കൃത്യമായി പറഞ്ഞാൽ മിന്നൽ പ്രളയമുണ്ടായ ഭാഗത്ത് നിന്നും 60 കിലോമീറ്റർ 50-ലേറെ കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഭാഗമാണ്. നുവാക്കോട്ട് എന്നാണ് ഈ ഭാഗത്തിന്റെ പേര്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബസാറിലാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇത് വലിയൊരു അങ്ങാടിയായിരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഒരു വശത്ത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ അവസ്ഥയൊന്ന് കാണുമ്പോൾ തന്നെ, അതിന്റെ ദൃശ്യം കാണുമ്പോൾ തന്നെ എത്രമാത്രം ഭീതിതമായൊരു ദുരന്തമാണ് നേപ്പാളിനെ പിടിച്ചുലച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ദൃശ്യമാണ് ഇവിടെയാകെ കാണുന്നത്. ഇവിടെയാകെ പല കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ATM നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇടത് ഭാഗത്തേക്ക് പോയാൽ ഒരു ATM കാണാൻ കഴിയും. ATM-നുള്ളിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്നതായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച. ഇന്നലെ രാവിലെയോടെ ഉണ്ടായ പ്രളയം പിന്നീട് ഈ ഭോട്ടേക്കോശി നദി ഇങ്ങനെ ഒഴുകി വന്ന് ഈ ഭാഗത്തൊക്കെ വലിയ തോതിൽ ദുരന്തം വിതച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്നും പറയാൻ കഴിയുന്നത്. ഇവിടെയാകെ ഇപ്പോഴും റെസ്ക്യൂ പ്രവർത്തനം നടക്കുന്നു. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളുടെ ഒരു ഭാഗത്ത് 2 പാലങ്ങൾ ഉണ്ടായിരുന്നു. ആ പാലങ്ങൾ മുഴുവൻ ഒലിച്ചു പോയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ ഉത്ഭവ സ്ഥാനത്തേക്ക് പ്രശ്നമുണ്ടായ മിന്നൽ പ്രളയമുണ്ടായ ഭാഗത്തേക്ക്, റസുവ ജില്ലാ ഭാഗത്തേക്ക് പോകാൻ ഇപ്പോൾ കഴിയില്ല. കാരണം ഇവിടെയുള്ള പാലങ്ങൾ മുഴുവൻ ഒലിച്ചുപോയി, റോഡുകളില്ലാതായി. ഈ റോഡിന്റെ സ്ഥിതി തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ ഇവിടെ രക്ഷാപ്രവർത്തകരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ JCB-കളും ഹിറ്റാച്ചുകളും ഒക്കെയായി വന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. ഒരു ലോറി മറിഞ്ഞു കിടക്കുന്ന ആ ദൃശ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെ എത്രമാത്രം ഭീതിതമാണ് സാഹചര്യമെന്ന്. ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. 2 ദിവസം മുൻപ് വരെ ഇത്രമാത്രം സംസാരങ്ങളും മറ്റ് അങ്ങാടി പ്രവർത്തനങ്ങളും കച്ചവടങ്ങളും ഒക്കെ നടന്നിരുന്ന ഒരു ഭാഗത്താണ് ഈ വിധത്തിൽ ദുരന്തം വിതച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാം. അതുൽ, ആ ഭാഗത്തേക്ക് പോയാൽ ഒരു ഹെലികോപ്റ്റർ അവിടെ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹെലികോപ്റ്ററിലൊക്കെ രക്ഷാപ്രവർത്തനം ആ ഭാഗത്തേക്ക് റോഡ് മാർഗമില്ലാത്തത് കൊണ്ട് ഹെലികോപ്റ്റർ മുഖേന ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇത് അവിടെ അടുത്തൊരു ആർമി ക്യാമ്പുണ്ട്, അവിടേക്ക് ആളുകളെ എത്തിക്കുകയാണ്. ഏതായാലും
ഭീതിതമായ ദൃശ്യങ്ങൾ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ നിശബ്ദത, ഒരു ശോകമൂകമായ നിശബ്ദത അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു ശ്മശാനത്തിന്റെ ഒരു മൂകതയാണ്, അനുഭവമാണ് ഇവിടെ വരുമ്പോൾ. ആളുകൾ വന്ന് സങ്കടപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. ആളുകളൊക്കെ പറയുന്നതും ആ വാചകങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നുവാക്കോട്ട് എന്ന ഭാഗത്താണ്. നേപ്പാളിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ആദിൽ പാലോടാണ് അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകുന്നത്. ആ നഷ്ടം മാത്രം സംഭവിച്ച ഒരു ഭൂപ്രദേശം, അതിന്റെ രൂപരേഖയാകെ മാറിയിരിക്കുന്നു. ഒരു മാർക്കറ്റ് പ്രദേശമൊക്കെ കാണുമ്പോൾ അത് ഒന്നും മനസ്സിലാകാത്ത തരത്തിലേക്കായിരിക്കുന്നു. മനുഷ്യരുടെ നഷ്ടവും നികത്താനാകാത്തതായി മാറിയിരിക്കുന്നു.